എടി ആ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ ആരോ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന്. നമുക്ക് അവരെ കണ്ടുപിടിച്ച് അവരെടുത്ത് നമ്മളെ രക്ഷിക്കാൻ പറഞ്ഞാലോ? അയാളാ പറഞ്ഞേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരാളെ കുറിച്ചാണ്. നമ്മൾ ഇതങ്ങ് വിശ്വസിച്ച് ഇതെന്താ വല്ല ഹൊറർ സിനിമയോ? ഓ ഇതാ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് രാത്രിക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടില്ലെങ്കിൽ പണി പാള് മക്കളെ എന്നെ മനസ്സ് പറയുന്നത്. നല്ല കുഞ്ഞലക്ഷ്മിയല്ലേ മോളെ, എന്നിങ്ങനെ ഓട്ടിക്കാതെ. തിന്നു കാടിത് ഇങ്ങനെ നടന്നാ മതി. ആരടുത്തെങ്കിലും ചോദിക്കണ്ടേ? ആരടുത്ത് ചോദിക്കും? ആരെങ്കിലും കാണണ്ടേ? എടുത്തോണ്ടിരിക്കുന്നു. എക്സ്ക്യൂസ് മീ 3 ഗേൾസ് ഇവിടെ പോകുന്നത് കണ്ടോ? നിനക്ക് എത്ര ഉത്തരവാദിത്വമുണ്ട്? ഉത്തരവാദിത്വം? എക്സ്ക്യൂസ് മീ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യമില്ല അങ്ങോട്ട് ചോദിച്ചുള്ളൂ. 3 ഗേൾസ് ഇങ്ങനെ പാസ് ചെയ്യുന്ന കണ്ടോന്ന്. നീ ഗേൾസ് പാസ് ചെയ്യണം, നിന്നെ അതിനാണ് ഞാൻ പറഞ്ഞു വിട്ടത്. നിങ്ങൾ എന്തോന്നൊക്കെ പറയണത്? ചുമ്മാ മനുഷ്യനെ ഇതാക്കരുത്. ഒന്നാം ടെൻഷനിലിരിക്കുകയാണ് ഞാൻ. ഇവന് ഭ്രാന്താണെന്ന് തോന്നണടാ. എനിക്കറിഞ്ഞൂടാ. ചുമ്മാ നിനക്കൊക്കെ എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. എടാ ഞാൻ ഫ്രാൻസിസ്. ഇതാണ് ഞാൻ ഒരു വേഷം കെട്ടാത്ത. കാരണം വേഷം കെട്ടി കഴിഞ്ഞാൽ പെറ്റ തള്ളക്ക് പോലും മനസ്സിലാവും. രാവിലെ ഓഫീസിൽ കണ്ടപ്പോ ഈ കോലത്തിലുണ്ടായിരുന്നല്ലേ? ഞാൻ വർക്കായിട്ട് വന്നത്. ഇത് ചെളിയാ? ചെളിയൊന്നുമല്ല, അമ്പലത്തിലെ ചന്ദനം ആളറിയാതിരിക്കാൻ തേച്ചത്. അതവിടെ നിൽക്കട്ട്. ഞാൻ ഈ കാണിക്കുന്ന ഉത്തരവാദിത്വം നിനക്കുണ്ടോ? നിന്നെ ഞാൻ എങ്ങോട്ടാണ് പറഞ്ഞു വിട്ടത്? രാവിലെ മാർജിൻ ഫ്രീയിൽ പോയി 5000 രൂപ വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ പോയി. എന്നിട്ട് വാങ്ങിച്ച പൈസ വാങ്ങിച്ചില്ല. ഞാൻ അവിടെ പോയി ഒരു ഫ്രൂട്ട് കുടിച്ചോണ്ടിരുന്നപ്പോ കൊച്ചിനെ കാണാനില്ലെന്ന് പറഞ്ഞു. ഫ്രൂട്ടി ഉണ്ടാക്കാനാണോ നിന്നെ രാവിലെ പറഞ്ഞു വിട്ടത്? അങ്ങോട്ട് ഫ്രൂട്ടി കുടിക്കാൻ കുടിച്ചോണ്ടിരുന്നപ്പോ കൊച്ചിനെ കാണാൻ. ഞാൻ അത് കഴിഞ്ഞിട്ട് പൈസ കൊച്ചിനെ കാണാൻ പിന്നെ ചാരു കൊച്ചിനെ കാണാനില്ല. ചാരുമോളെ മാത്രല്ല രണ്ട് പൂലൊക്കെ കിഴങ്ങി നീ കോഴിക്കുഞ്ഞുങ്ങളാണ് വളർത്തുന്നത്. പിള്ളേരൊക്കെ എവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കളയണല്ലേ? ആ സ്ഥലത്ത് പോവരുതെന്ന് ഞാൻ പറഞ്ഞു. നീ കാണാൻ കുറെ ഏത് സ്ഥലത്ത് പോകരുതെന്ന് പിള്ളേരെ നോക്കാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നോക്കി തരാന്ന് പറഞ്ഞു. നിന്റെ വീടിന്റെ പ്രശ്നം ഇതുവരെ തീർന്നില്ല. ഇല്ല, നീ അതിന് എന്റെ സ്റ്റാഫിനെ വിളിച്ചോണ്ട് പോണെന്ന്. ഞാൻ എന്റെ ഓഫീസിലെ കാര്യത്തിനല്ലേ ഇവൻ അവിടെ നിയമിച്ചിരിക്കുന്നു. അല്ല, എന്റെ കൊച്ചായോണ്ട് ഞാൻ പോയതാണ്. നിന്റെ കൊച്ചാ? ഓ ചാരു. അപ്പൊ എന്റെ കൊച്ചുങ്ങൾ ആര് നോക്കും? എന്റെ മെറ്റൽ ടെക്ക് എന്റെ പിള്ളേർക്ക് ഞാനേ ഉള്ളൂ. 5000 രൂപ കിട്ടിയിട്ട് വേണം മൂത്ത കൊച്ചിന് യൂണിഫോം എടുക്കാൻ. അറിയാമോ? ഞാൻ പോയി വാങ്ങിച്ചോളാം, കുഴപ്പമില്ല. നീ ഉണ്ടാകണ്ട, ഞാൻ പോയിക്കോളാം. പെമ്പിള്ളേർ ഇതേത് കൊച്ച്? അത് അവിടെ നിൽക്കുന്ന പുതിയ അങ്ങനെയൊന്നും പറയല്ലേ? പാവം പിള്ളേരാണ് കേട്ടാ. എന്റെ ഓഫീസിന്റെ അവസ്ഥ അറിയാമല്ലോ. അറിയാമോ? രാവിലെ 5000 രൂപ ഇനി ആ മാർജിൻ ഫ്രീയിൽ പോയാൽ അവൻ തരുമോ? കുഴപ്പമില്ല, അത് വീട് ഞാൻ അന്വേഷിച്ച് നടക്കുന്നത്. എന്തെങ്കിലും ഒരു ലീഡ് കിട്ടി എവിടെ പോകുന്നുണ്ടോ? പോയിട്ടുണ്ടോ? പിള്ളേരെ പോകണമല്ലോ കണ്ടാ? ഞാൻ അതിനല്ല വന്നത്. ഞാൻ വന്നത് വേറൊരു പെണ്ണിനെ പൊക്കായി. അവള് ഈ പ്രണയം നടിച്ച ആളുകളെ നിന്ന് പൈസ തട്ടിക്കുന്നു. എൻ്റെ ഒന്നും പോയി 500 രൂപ. അത് പോലും ഇത് ചിരിക്കണ നിന്നെയൊക്കെ പോലെ ഉള്ള തന്നെ ചാരുവിനെ കണ്ടുപിടിക്കാൻ നടക്കണം. കണ്ടില്ല. എവന്റെ ജോലിക്കല്ല ഞാൻ നിയമിച്ചത്. എന്റെ പൊന്നു ബോസ്, ഞാൻ അത് എങ്ങനെയും ചെയ്ത് തരാം. പൈസ തന്നാ പോരെ, ഞാൻ തപ്പി കണ്ടുപിടിച്ച് കൊണ്ടുവന്നാ തരാം. നീ വേണ്ട പോ. വേണ്ടല്ലേ മക്കളെ പോ. വൈകുന്നേരം വരണേ. വരാം. അവിടെ ഒരു ഓഫീസുണ്ട്, ഓർമ്മ വേണം കേട്ടോ. ഈ വിക്ക് അവിടെ നിന്ന് വാങ്ങിച്ചത് വാടകയ്ക്ക് എടുത്ത് 50 രൂപ ഡെയിലി 50 രൂപ. വാങ്ങണമെങ്കിൽ എത്ര കൊടുക്കണം? വാങ്ങണതിന് എത്ര കൊടുക്കണം? വാങ്ങണമല്ല, വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? വാങ്ങണമെങ്കിൽ നീ പോയി വാങ്ങിക്കണമെങ്കിൽ 500 രൂപ ആവും. ഞാൻ വാങ്ങിച്ചാൽ 400 രൂപയ്ക്ക് വാങ്ങിച്ചു തരാം. ഞാൻ 400 രൂപ എനിക്ക് വാങ്ങിച്ചു തരുമോ? പൈസ തരാം. അല്ല, നിനക്കെന്തിനിത് ഇങ്ങനെ മറയ്ക്കാൻ വേണ്ടി? നിനക്ക് ഈ കഷണ്ടിയാണോടാ നല്ലത്. നീ ഇതൊക്കെ വെച്ച് ആ രുക്കുവിൻ്റെ അടുത്ത് പോയാൽ അവള് വേറെ ആരെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോ. ചാരൂല്ല എനക്ക്. അല്ലെങ്കിൽ അഴുക്ക മുഖം. എന്നാ പോട്ടെ ഞാൻ. ഓ ശരി. എന്റെ ചെറുക്കനെ വൈകുന്നേരം വിട്ടു തരണം. ഓ വരണാടാ പാവി വൈകുന്നേരം. പുള്ളിക്കാരൻ ആരെടി കളിപ്പിക്കുന്നേ?
എനിക്കെങ്ങനെ അറിയാനാ? നീ അവിടെ ആരെങ്കിലും കാണുന്നുണ്ടോ? നിനക്ക് കാണാവോ? ഇല്ലടി. പിന്നെ എനിക്കാൻ തന്നെ അറിയാം. അങ്കിളെ അങ്കിളെ അങ്കിൾ ആരെ കളിപ്പിക്കുന്നേ? ആരെ കളിപ്പിക്കുന്നേ? എൻ്റെ കുഞ്ഞു ലക്ഷ്മിയെ, എൻ്റെ മോളെ ഈ ചേച്ചിമാരെയൊക്കെ കണ്ടോ? ചേച്ചിമാർക്ക് എല്ലാവർക്കും ഓരോ ടാറ്റ കൊടുത്തേ. അന്ന ചേച്ചി വരാ. കാണിക്കുന്നേ ആ, നിങ്ങളിൽ ആർക്കാ നന്നായിട്ട് പാട്ട് പാടാൻ അറിയുന്നേ? ഞാൻ നന്നായിട്ട് പാടും. ആ, എന്നാ ഒരു കാര്യം ചെയ്യും, കൊച്ചു പാട്ടുപാട്, നിങ്ങൾ രണ്ടുപേരും നൃത്തം ചെയ്യും. എൻ്റെ മോക്കെ പാട്ടും നൃത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി. എനിക്ക് ഡാൻസ് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ പറഞ്ഞ കാര്യമില്ല. നൃത്തം ചെയ്യാൻ ശരിക്കും അറിഞ്ഞൂടാ അങ്ങളെ. രണ്ടിനെ ഇപ്പൊ നൃത്തം ചെയ്യിക്കും. പാട്ട് പാടടി. നീ പെട്ടത് പാടിക്കും. നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. എവിടെ കളിക്കണത്? ഇവിടെ ഇവിടെ എവിടെ അല്ലേ? നീ ഫ്രണ്ട് നിക്ക്. ഫ്രണ്ടിലോ? ഒരു മുறை வந்து பார்த்தாயா தோம் 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 என் மனம் நீ அறிந்தாயோ தஜம் தஜம் தகஜம் ஒரு முறை வந்து பார்த்தாயா தோம் 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 தக 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 என் மனம் நீ அறிந்தாயோ தஜம் தஜம் தகஜം. എന്റെ പൊന്നു മോളെ, ഇത് നടപടിയാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്താ അമ്മാവാ? എത്ര നേരമായി ഇവന്റെ വാക്കും കേട്ടിങ്ങനെ ബാക്കിൽ നടക്കുന്നത്? രാത്രി ഇങ്ങനെ പിള്ളേരെ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. നമ്മള് വേറെ വഴിക്കൊക്കെ അന്വേഷിച്ചല്ലേ. ഇനിയിപ്പോ ഇവൻ പറയുന്ന കേട്ട് ഈ വഴിക്ക് പോയി നോക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്ന് പറഞ്ഞ് എത്ര സമയം പറഞ്ഞ എങ്ങനാ? എന്താണ് ഗുണഗുണമെന്ന് പറഞ്ഞിരിക്കുന്നത്? കുറെ നേരം അതിൽ ഗുണഗുണമെന്ന് പറഞ്ഞിരിക്കുന്നത്. മര്യാദയ്ക്ക് വന്നു കഴിഞ്ഞാൽ നേരം കാലത്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ അവരെ? എനിക്ക് തോന്നുന്നില്ല നിന്റെ കൂടെ വന്ന നേരം കാലത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത്? എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. പിന്നെ നേറ്റീവ് അല്ലാതെ നീ എന്താ അവിടുത്തെ കടയിൽ എന്താ മറ്റേ TV എന്തോ കണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് പറഞ്ഞത്? CCTV കണ്ടെന്ന് നമ്മൾ വിളിച്ചോണ്ട് പറഞ്ഞത്. അതിനിപ്പോ എന്ത് പ്രശ്നം? കണ്ടത് ഞാനല്ലേ പറഞ്ഞത്. ഞാൻ കണ്ട കാര്യമാണ്. അതാണ് പറഞ്ഞ മര്യാദയ്ക്ക് വന്ന് അന്വേഷിക്കാൻ. നീ പറഞ്ഞ കാര്യം നമ്മളങ്ങനെ വിശ്വസിക്കും? നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ലല്ലോ. ഉണ്ടായില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്കാണ് പോയി നോക്കണ്ട. ഞാൻ എന്റെ വഴിക്ക് നോക്കിക്കോളാം. എന്റെ വഴിക്ക് ഞാൻ പോയിക്കോളാം. നോക്കപ്പോ എനിക്കറിയാം എന്റെ പിള്ളേരെ കണ്ടുപിടിക്കാൻ. അയ്യോ, നിങ്ങൾ രണ്ടുപേരുടെ വഴി കിടന്ന് അടി ഉണ്ടാക്കാതെ വാ, നമുക്ക് പോയി അന്വേഷിക്കാം അമ്മവാ. പിന്നെ എന്തോ നമ്മൾ ആവും പറഞ്ഞ അറിവല്ലേ നമുക്കുള്ളൂ. നമുക്ക് പോയി നോക്കാം വാ. ഈ സമയം വേറെ വല്ല വഴിക്ക് പോയിരുന്നെങ്കിൽ ഇപ്പോഴും പിള്ളേരെ കണ്ടുപിടിക്കായിരുന്നു. അണ്ണാ, നിങ്ങളുടെ പ്രശ്നം ഇപ്പൊ എന്താണ് പ്രശ്നം? കണ്ടുപിടിക്കാനല്ലേ ഞാൻ കിടന്ന് കഷ്ടപ്പെടേണ്ടത് തന്നെ. പിന്നെ ഞങ്ങളെ കഷ്ടപ്പെടല്ലേ ചെയ്യണത്? അതല്ലേ പറഞ്ഞ വന്ന് നോക്കൊന്ന്. നോക്കിയാലേ കണ്ടുപിടിക്കാൻ പറ്റൂ. നിങ്ങൾ ഇവിടെ കിടന്ന് അടി ഉണ്ടായി കഴിഞ്ഞാൽ വല്ല നടക്കുമോ? ബാ വാ, നമുക്ക് നോക്കാം. ഇത്ര സമയം എന്നറിയാമോ ബാക്കിൽ നടക്കണത്? ചേച്ചി ഒന്ന് നിൽക്കണേ ചേച്ചി. ഈ ഫോട്ടോയിൽ കാണുന്ന 3 പിള്ളേരെ ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല. എന്റെ പുറകെ നോക്കുന്നത്. ശരിക്കും നോക്കി ചേച്ചി. ഇല്ലല്ല. എന്താ കാര്യം? ഇന്നലെ അവര് വീട് വാടകയ്ക്ക് നോക്കിയിട്ട് ഇവിടേക്ക് വന്നിരുന്നു. ഇനി ഈ നേരം വരെ തിരിച്ചെത്തിയിട്ടില്ല. അതെ, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേ ഇറക്കത്തൊരു വീട് ഇരിപ്പുണ്ട് വലത് സൈഡിൽ. അവിടെ കയറി ഒന്ന് അന്വേഷിച്ച് നോക്കാം, അപ്പോഴറിയാം. ചേച്ചിക്ക് എങ്ങനെ കൃത്യമായിട്ട് അറിയാതെ? നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്ക്. പിന്നെ അവിടെ ഒരു അമ്മാവ ഇരിപ്പുണ്ട്. ആ അമ്മാവരൊന്ന് സൂക്ഷിച്ചോളണം കേട്ടാ. ഇറക്കത്ത് വലത് സൈഡിലെ വീട്. പറഞ്ഞോണ്ട് നിൽക്കാതെ പോ, അങ്ങോട്ട് നോക്ക്. പുള്ളിക്കാര് പറഞ്ഞതനുസരിച്ച് ഇതാണ് വീടെന്ന് തോന്നുന്നു. അതിന് വീട്ടിൽ ആരും ഇല്ലല്ലോടെ. മൊത്തത്തിലൊരു ലക്ഷണം കെട്ട വീടല്ലേ മാമ? അത് തന്നെ മോളെ, ഒരു അവലക്ഷണം കെട്ട വീട്. നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇവിടെ വന്ന? വീട് വാങ്ങിക്കാനോ? അല്ലല്ലോ. പിന്നെ വന്ന കാര്യം ചെയ്യും. ഡേ നീ കൂടുതൽ മറ്റേ ആളാവല്ലേ കേട്ടാ. നിന്നെ പോലെ തന്നെ ഞാനും പണ്ട് CID ആയിരുന്നു കേട്ടാ. CID? മര്യാദയ്ക്ക് ഡിറ്റക്റ്റീവ് എന്ന് പറയാറുണ്ടോ? അങ്ങനെ CID കളിക്കാൻ വന്നിരിക്കുക. ചുമ്മാ ആണങ്ങാണ് ഇരിയണ്ണ. ഇവിടെ ആരുമില്ലേ? അങ്ങോട്ട് പോയി ചേച്ചിയുടെ ഒരാളുണ്ടെന്നല്ലേ പറഞ്ഞത്. പിന്നെ അതിനൂടെ ആരുമില്ല ഇങ്ങനെ വിളിക്കുന്നത്.
അതുകൊണ്ട് ആ താളുണ്ടല്ലോ കൈ ഫ്രീ ആയിട്ടിരിക്കണം നമ്മളുടെ ആ വാങ്ങുന്ന പുത്തു. മിണ്ടാണ്ടിരിക്കാം മാമാ. കുറച്ച് നേരത്തെ അവൻ മറ്റേ സൈഡ് കളി. ഹലോ ഹലോ ആരാ? അതെ മൂക്കുന്നേ, എൻ്റെ 2-3 പിള്ളേരുടെ വീട് നോക്കാൻ വേണ്ടി വന്നായിരുന്നു. അവരെ കണ്ടായിരുന്നോ? പിള്ളേരെ? ആ. ഇവിടെയോ? ഇവിടെ ആരും ഒന്നുമില്ല. വേറെ ജോലിയില്ല മനക്കൽ. അല്ലല്ല അത് പോകാൻ വരട്ടെ, കാര്യം ചോദിക്കട്ടെ അമ്മാവാ. ഞങ്ങൾ കാര്യം ചോദിച്ചിട്ട് അത് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ പോരെ? അല്ല, നിങ്ങളുടെ ഉത്തരം പറയേണ്ടുന്ന കാര്യം എനിക്കെന്തുവാ? ദേഷ്യപ്പെടായി, ഞങ്ങൾ സംസാരിച്ചിട്ടിരിക്കുന്നല്ലേ അല്ലേ? ആ എന്തിനാ എൻ്റെ കൈ ദേഹത്ത് കഴിക്കുന്നത്? എനിക്ക് എൻ്റെ ദേഹത്തെ കാര്യം കഴിക്കുന്ന ഇഷ്ടമല്ല. ദേഹത്ത് കൈ ശരി വെക്കുന്നില്ല, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ചോദിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ എന്തിനു ഉത്തരം പറയണം? എന്നാ ഞാൻ ചോദിക്കാം, എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറ. നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാനാരാ? ഞാനായിരുന്നു. ഞാനാരാന്ന്? താനാരാ? ഞാനോ? ഞാൻ ജയൻ. ജയനാ? ആ. വേറെ ജോലി. ജയനൊക്കെ എന്നേ മരിച്ചുപോയി. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. അങ്ങനെ വീണ്ടും പൊട്ടിട്ട് പോയി. നീ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യാം, സമാധാനപ്പെട്. എടി നീ നമ്മുടെ കാപ്പിൽ തരച്ചേ. എടി 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 സ്റ്റെഫി, നീ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ മാത്രല്ല, അമ്മാവനും പപ്പി എല്ലാം വെളിയിലുണ്ട്. നീയൊക്കെ എവിടെയാണ്? നിന്റെ ഫോൺ എന്തിയേ? എടി ഒന്നും പറയണ്ടടി, ഒരു അപ്പൂപ്പ ഞങ്ങളെ പിടിച്ച് പൂട്ടി. അല്ല നീ ഏതിലാ വന്ന്? ഞാൻ ആ വാതിൽ വഴി വന്ന്. വാ നമുക്ക് പോവാം. എടി അപ്പം നമ്മുടെ മൊബൈലൊക്കെ വാങ്ങിക്കണ്ടേ? മൊബൈല് എന്തി മൊബൈല്? അപ്പൂപ്പനെടുത്ത് വെച്ചേക്കുവാ. ഏതപ്പൂപ്പേ? നീ അവന്മാരെ കൂടെ വന്നാളല്ലേ? നീ എങ്ങനെ ഇതിനകത്ത് എന്റെ അനുഭവം വന്നു? ഇതെന്റെ ഫ്രണ്ട്സാ, ഞാൻ ഇവരെ കൊണ്ടുപോകാൻ വന്നതാ. നീ കൊണ്ടുപോവോ? ആ കൊണ്ടുപോകും. എന്നാ ഒന്ന് കൊണ്ടുപോയി കാണിക്കും. നിങ്ങളെ ഒതുക്കാൻ എനിക്ക് 2 സെക്കൻഡ് മതി. നിങ്ങളെ കാണാൻ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാമോ? ഇയാള് ഞങ്ങളിവിടെ പൂട്ടിട്ടാ മാവാ. കൂട്ടിട്ടാ കള്ളക്കിളവാ, നിങ്ങളാളെ കൊള്ളാല്ലേ? പ്രായമായില്ലേ പപ്പടം പപ്പി സൂക്ഷിച്ച്, അവർക്ക് മർമ്മമൊക്കെ അറിയാം. മറന്നു കളരിയൊക്കെ അറിയടാ. കളി കാണിക്കോ നിങ്ങൾ എൻ്റെ അടുത്ത്? കാണിക്കോ? ഇവിടെ മനസ്സിലോ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ആർക്കും വിട്ടു തരില്ല. വിട്ടുതരത്തില്ലയോ? ഇല്ല. ഇവിടെ നിന്നെ പോലുള്ളവന്മാര് ഇതിനു മുമ്പ് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നു. എന്നിട്ട് ഇനിയും അതേപോലെ നീയും വന്നിരിക്കുകയാണ് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. തരില്ലടാ, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ആർക്കും വിട്ടു തരില്ല. പവി അങ്കിളിനെ വിട്ടേക്കടാ, സുഖമില്ലാത്ത ആളാ. അയ്യോ അങ്കിളെ, ഇത് നോക്ക്, ഞങ്ങൾ അങ്കിളിന്റെ ആരുമല്ല. പക്ഷെ ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളെ കാണാത്തോണ്ട് ഞങ്ങൾ അന്വേഷിച്ചു വന്നത്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഇതൊക്കെ, അതുകൊണ്ട് ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. സത്യം അങ്കിള്, അങ്കിളുടെ ഫാമിലി എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അങ്കിൾ അതിന് നല്ല വിഷമം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പ്ലീസ് ഞങ്ങൾ ഇവരൊപ്പം ഒന്ന് പറഞ്ഞു വിടണേ. പ്ലീസ് അങ്കിളെ.
ഞാൻ നിങ്ങൾ ആരും അല്ല അല്ലേ? നിങ്ങൾ എൻ്റെ ആരും അല്ല അല്ലേ? നിങ്ങൾ എന്നെ ആരും തടയില്ല. വയ്ക്കോ, ഇവരെ കൊണ്ടുവയ്ക്കോ, ഞാൻ തടയില്ല. വയ്ക്കോ. ഇതാണ് പണ്ടുള്ളവർ പറയണത്, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്ന്. നിങ്ങളടുത്ത് ഞാൻ വീട് നോക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞതാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, 2 ദിവസത്തിനകത്ത് ഞാൻ എല്ലാം ശരിയാക്കി തരാമെന്ന്. ഓഹ്, അപ്പം അത് പറ്റൂല. ഇവപ്രാള ഉടനെ തന്നെ വേണം. കണ്ട ഭ്രാന്തന്മാരെ വീട്ടിൽ പോയി കയറിയിരിക്കുന്നു. എടി, ആ ഭ്രാന്ത് നിങ്ങളെ കൊന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? കൊന്നില്ലല്ലോ അമ്മാവ, ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു അമ്മാവ ഞങ്ങളെ കൃത്യസമയം വന്ന് രക്ഷിക്കുന്നു. അതിപ്പോ ഞാൻ രക്ഷിച്ചല്ലേ പറ്റുള്ളൂ. കാട്ടിനകത്തായിരുന്നാലും ഞാൻ വന്ന് രക്ഷിച്ചേ പറ്റൂ. ആര് രക്ഷിച്ച്? എവിടെ പോകണമെന്നറിയാൻ വയ്യാതെ അവിടെ അന്തം തിരിഞ്ഞ് നിന്നപ്പോൾ ഞാനല്ലേ വന്ന് സ്ഥലം പറഞ്ഞു തന്നത്. പിന്നെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നോക്കണം. അതിപ്പോ നീ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിക്കുമായിരുന്നു. പിന്നെ പോന്നെ ഒന്നിർത്തോ രണ്ടും കൂടി. നമ്മൾ എന്തായാലും അവിടെ രക്ഷപ്പെട്ടല്ലോ, ഇനിയിപ്പോ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. നമ്മൾ ഇനി അടുത്തത് എങ്ങോട്ടാ പോകുന്നതെന്ന് പറ. എങ്ങോട്ട് പോവാ? നമ്മളെ വീട്ടിലോട്ട് പോണു. നമ്മുടെ വീട്? നമ്മുടെ സ്വന്തം തങ്കപ്പ വില്ലിലോട്ടാണോ? അതല്ല, എന്റെ പെങ്ങളെ വീട്ടിലോട്ട് പോണെന്ന്. അല്ലാതെ എവിടെ പോവാൻ? ഞാനില്ല. ആ ബാത്റൂം കാണിയാണ്, ഞാൻ അങ്ങോട്ടില്ല. അമ്മ ഒന്നും വിചാരിക്കാതെ ഞാൻ അങ്ങോട്ടില്ല. ഞാനും വരുന്നില്ല അമ്മ. ഞാൻ ഒട്ടുമില്ല. വേറൊരു സ്ഥലമുണ്ട്, എന്റെ വീട്ടിലോട്ട് പോവാം. അമ്മാവ അയ്യടാ, അതൊന്നും പറ്റാനൊന്നുമില്ല. പറ്റാത്ത അങ്ങോട്ട് വന്ന് നടക്കൂലേ? എന്റെ പൊന്നെണ്ണ, ഇവർക്ക് മര്യാദയ്ക്ക് നിൽക്കണോ? എന്റെ വീട്ടിൽ ഒന്നില്ല, കാര്യമായിട്ട് പറയണം. അമ്മാവ നമുക്ക് ഭാവിയുടെ വീട്ടിൽ പോവാം. അത് പറ്റൂല എന്ന് പറഞ്ഞില്ലേ? ഇവ അവിടെ നിന്ന് ഇല്ല പോവാണെങ്കിൽ ഞാൻ അവിടെ അങ്ങോട്ട് വരാം. എന്റെ പിള്ളേർ ഞാനും ഒറ്റ അങ്ങോട്ട് വരാം. എന്തോന്ന്? നീ അവിടെ നിന്ന് പോവാണെങ്കിൽ എന്റെ പിള്ളേർ ഞാനും ഒറ്റ അങ്ങോട്ട് വരാം. നിങ്ങൾ വരണ്ട, നിങ്ങൾ വരണ്ട. തീർന്നല്ല, പ്രശ്നം തീർന്നല്ല. ചാരു വരുന്നേ? ആരും ഇല്ലടാ, എനിക്ക് ഇവരെയൊക്കെ അവിടെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? നീ വരുന്നില്ലേ? ഞാൻ പോണു. ഞാൻ തിരിഞ്ഞ അങ്ങോട്ട് പറഞ്ഞത് ഇവിടെ വന്നിട്ട് എന്തിരിക്കും? കേട്ടോ, കാര്യം പറ. നീ ഇത്രയൊക്കെ ചെയ്തു തന്നില്ലേ? അതിന് നന്ദിയുണ്ട്. ആ, വെക്കോ. നിങ്ങളുടെ നന്ദി എന്നെ ആർക്ക് വേണോ? ഞാൻ എന്റെ ചാരു കൊച്ചിന് വേണ്ടിയാണ് ചെയ്തത്. എപ്പോഴാ ചാരു കേട്ടാ നന്ദി പറഞ്ഞു എനിക്ക്. ഇനിയിപ്പോ എങ്ങോട്ടെന്ന് പറഞ്ഞാ വാന്ന് വിളിക്കുന്നത്? നടക്ക് നടക്ക് നടക്ക്. പാവം വരും. അമ്മാവാ, ഓ, നമ്മളിനി എങ്ങോട്ടാ? ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇന്ന് കൂടെ നമുക്ക് നമ്മളെ പെങ്ങളെ വീട്ടിൽ നിൽക്കാം, എന്നിട്ട് ബാക്കി എന്തെങ്കിലും ചെയ്യാം. പെങ്ങളുടെ വീടോ? ആ കുടിയന്റെ വീട്ടിലോട്ട് ഞാനില്ല അമ്മാവ. എടി, ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ പോവാ. എന്നിട്ട് അവിടെ കിടക്കും. നമ്മുടെ പഴയ വീട് കിട്ടുമ്പോ നീ എന്നെ വിളിച്ചാൽ മതി, അപ്പൊ ഞാൻ വരാം. എടി, ഞാനും ഇല്ല അമ്മാവാ. വീട് കിട്ടിയിട്ട് അമ്മ നമ്മുടെ അടുത്ത് മിണ്ടായിരിക്കാന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് സർപ്രൈസ് തന്നായിരുന്നല്ലേ കൊച്ചു കള്ള. സർപ്രൈസ്? വീട് കിട്ടിയെന്ന്. നിങ്ങൾ എന്തോന്നൊക്കെ മക്കളെ ഈ പറയണത്? കള്ള മൊട്ടെ, ഞങ്ങൾക്ക് സർപ്രൈസ് തന്നല്ലേ. ഗേറ്റ് അങ്ങോട്ട് തുറക്കി, എനിക്ക് ഇവിടെ നിക്കാൻ വയ്യ അമ്മാവാ. അയ്യേ, തുറക്കാൻ വേണ്ടി താക്കോല് വേണ്ടി? മുതലാളി നമുക്ക് ഈ വീട് തന്നിട്ടൊന്നുമില്ല. പിന്നെ ഇതുവഴി പോയി നമുക്ക് പോയിട്ട് നമ്മൾ രുക്കുന്റെ വീട്ടിൽ പോവാം. ഇന്നൊരു ദിവസം നമുക്ക് അവിടെ നിൽക്കാം. അപ്പൊ ശരിക്കും വീട് കിട്ടിയില്ലേ? കിട്ടിയില്ല മോളെ. അപ്പൊ നമുക്ക് രുക്കുന്റെ വീട്ടിലാകുമ്പോ വേറെ പ്രശ്നമൊന്നും വരാം. അവളെ അമ്മ മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ. ഇതാണ് മക്കളെ പറയണത്, കണ്ണുള്ളപ്പം കണ്ണിന്റെ വില അറിഞ്ഞുകൂടാന്ന്.